സജീർ ഈസി സ്റ്റിച്ചിങ് മലയാളം ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണത് ഒരു 38ൻ്റെ ഒരു സാദാ ബ്ലൗസ്, സ്ട്രൈറ്റ് കട്ട് സാദാ ബ്ലൗസ്. അപ്പോൾ ഇതൊരു ചലഞ്ചിങ് വീഡിയോയാണ്. അതായത് ആര് ചെയ്താലും ശരിയാകില്ല എന്ന് പറയുന്ന ഒരു ബ്ലൗസാണ്. അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചുകളൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെയ്ത് സ്ട്രക്ചറൊക്കെ ഇട്ടു, പീസൊക്കെ വെട്ടി എല്ലാം വെച്ച് പക്കയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഫോർമാറ്റിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ല. നോർമൽ ബ്ലൗസ് തന്നെയാണ്. അങ്ങനെ ആ പറഞ്ഞ അത്ര ഉള്ള ഇതൊന്നുമുള്ള ബ്ലൗസല്ല, സിമ്പിൾ ബ്ലൗസാണ്. അളവുകളെല്ലാം കൃത്യമാണ്. അതായത് ഈ വെട്ടി വെച്ച് ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കൃത്യമാണ്. പക്ഷേ ഞാൻ ചെയ്തേക്കുന്നത് സെൻറ്റിമീറ്ററിലാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളത് ഇഞ്ചിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെറ്റായിക്കോളും. അപ്പോൾ ഇത് ബാക്ക് പീസ്, ഇത് ഫ്രണ്ട് പീസ്, ഇത് സ്ലീവ് പീസ്. ഇങ്ങനെയാണ് ഞാൻ സ്ട്രക്ചർ ഇട്ട് നോക്കുക. സ്ട്രക്ചർ ഇട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും, കൃത്യമാണോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ കറക്റ്റ് ആയാൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. ആ തന്ന അളവിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താണ്ടോ എന്നുള്ളത് മാറിപ്പോയിട്ടുണ്ടെന്നൊക്കെ അറിയുക ഈ സ്ട്രക്ചർ ഇടുമ്പോഴാണ്. അപ്പോൾ അതെല്ലാം കൃത്യമാണ്. എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. പിന്നെ ഇത് മാറ്റി വെക്കുകയാണ്. ഈ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് ഹെമ്മിങ്ങിൻ്റെ പോയിൻ്റ് പോലും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഹെമ്മിങ് ചെയ്യാനുള്ള ഇതുവരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഡാട്ട് എത്ര പിടിക്കണം എല്ലാം ഇവിടെ കറക്റ്റാണ്, കൃത്യമായിട്ടും വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പം 38 സൈസുള്ളവർ ധൈര്യമായിട്ട് ചെയ്തോളൂ, യാതൊരു കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾ വേസ്റ്റ് മാത്രമേ മാറുള്ളൂ. ഇതിനകത്ത് മാറുന്നുണ്ടെങ്കിൽ വേറെയൊക്കെ മാറാൻ സാധ്യത വളരെ അപൂർവം മാത്രമാണ്. എന്നാലും ആ വർണ്ണ അനുസരിച്ച് നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് കറക്റ്റ് ലെവലാണ് തുണി. അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്തപ്പോൾ നല്ല ലെവലായിട്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ വരയ്ക്കില്ല, ഫസ്റ്റ് വരയ്ക്കണ വരയ്ക്കണില്ല. 2 ഇഞ്ച് മടക്കി അടിക്കാൻ. 2 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനായിട്ട് എടുക്കുക. അത് കഴിഞ്ഞാൽ അളവുകളൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ അളവ് സെറ്റായി പറഞ്ഞത് നോക്കി വയ്ക്കുക. 14 ഇഞ്ചാണ് ലെങ്ത്ത് ഇവിടെ. എല്ലാം നിങ്ങൾ അളവിൽ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. പെട്ടെന്ന് ചെയ്യാൻ നോക്കട്ടെ. 14 ഇഞ്ച് ലെങ്ത്ത്. കൃത്യം 14 ഇഞ്ച് ലെങ്ത്ത്. ഇപ്പോൾ നമ്മളിത് റെഡി അളവാണ്, നമുക്ക് തയ്ച്ച് കിട്ടേണ്ട അളവാണ്. ഇവിടെ മടക്കടിക്കാൻ വെച്ചിട്ടുമുണ്ട്. ഇനി തയ്യൽ തുമ്പ് നിങ്ങൾ എത്രയാണോ പിടിക്കണം അത്ര വെച്ചാൽ മതി. 4 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച്, 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച്, അത് നിങ്ങളുടെ ഇഷ്ടം. അത് കഴിഞ്ഞ് നമുക്ക് 38 ആകുമ്പോൾ 3.5 ഇഞ്ച് നെക്ക് കൊടുക്കണം. ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ അവിടെ നിന്ന് 3 ഇഞ്ച് ഷോൾഡർ പക്ക. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററാണ് നമുക്ക് ഡാട്ടിൻ്റെ സെൻറ്ററായിട്ട് വരിക. ഇത് മറക്കരുത്. ചെസ്റ്റ് ഡിവൈഡ് ബൈ 10 പ്ലസ് 3 ഇഞ്ച് ഒക്കെ ഞാൻ 36 വിശദമായി പറഞ്ഞിട്ടുണ്ട്. ബാക്ക് നെക്ക് ഇറക്കം 8.5. ഇവിടെ 3.5. ഇതൊന്ന് വരച്ചെടുക്കുക. ബോക്സാക്കി ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് നെക്കായി. അപ്പോൾ ഇത് ചെയ്യാൻ എത്ര തുണി വേണമെന്ന് വെച്ചാൽ വേറെ പറയേണ്ട, എല്ലാ അതിലും തുണി കൂടി പറയണം. ഇതിന് കൃത്യമായി ചെയ്യാനായിട്ട് 90 പോയിൻ്റ് മതി. പക്ഷേ നിങ്ങൾ വാങ്ങുമ്പോൾ 1 മീറ്ററെങ്കിലും വാങ്ങുക. 90-ൽ സ്ട്രക്ചറിൽ ഇത്രേ ബാലൻസ് ഉള്ളൂ. ഞാൻ സ്ട്രക്ചർ ഇട്ടതിൽ ഇത് മതി നമുക്ക്. ഇത് നെക്കിനെടുക്കും. ഇത് നമ്മൾ ഫ്രണ്ട് ഇതും കൂടെയൊക്കെ ജോയിൻ ചെയ്ത് നമുക്ക് ഫ്രണ്ടിൽ ആ പറഞ്ഞ ഹൂക്ക് പോയിൻ്റ് എടുക്കാനും കറക്റ്റായിരിക്കും. അപ്പോൾ ഇത് 90-ൻ്റെ ബാക്കിയാണ്. പക്ഷേ ഞാൻ ഈ തുണി 1 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കറക്റ്റ് സ്കെയിൽ വെച്ച് കറക്റ്റാ ഷേപ്പ് എടുക്കുക. ഇത് വെട്ടിയെടുക്കുമ്പോഴുള്ള പീസാണ് ഇത്. കറക്റ്റാണത്. അടുത്തത് 13 ഇഞ്ച് മാർക്ക് ചെയ്യുക. 13.5 മാർക്ക് ചെയ്യുക. ഇവിടെ
ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. വേറെ ഒരു മടിയും കാണിക്കരുത്. 13.5 മാർക്ക് ചെയ്യുക. ഒരു വര വരച്ച് എടുക്കുക. പതിമൂന്നരയുടെ മാർക്ക്. ഒന്ന് വരച്ചേക്കാം, നമുക്ക് കൺഫ്യൂഷൻ വരണ്ട. ഈ ലൈനാണ് 13.5 വേണ്ടത്. ഓക്കെ, 13.5. അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് നോക്കണതാണ്, കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് 38 അല്ലേ? 38 ആകുമ്പോൾ നമ്മൾ 37 ചെയ്യണം. 37 എന്ന് പറയുമ്പം 38 ആകുമ്പം 9.5 9.5 19 38. അപ്പോൾ ഒരു 4 ഇഞ്ച് കുറച്ച് നോക്കുക. മൊത്തം ചുറ്റളവിൽ 1 ഇഞ്ച് കുറയ്ക്കുമ്പം കറക്റ്റാണ്. അപ്പോൾ 9.25 എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. അവിടെ നിന്ന് 1 ഇഞ്ച്, ഇത് 37നെ 4 ഡിവൈഡ് ചെയ്യുന്നത് ഈ 1 ഇഞ്ച് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസിലേക്ക് 2 ഇഞ്ച് നമ്മൾ കൂടുതൽ വയ്ക്കണം. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഫോൾഡാണ്. അപ്പോൾ 2 ഇഞ്ച് കിട്ടിക്കോളും. അവിടെ നിന്ന് തയ്യൽ തുമ്പ് നമ്മളെ സ്കെയിലിൻ്റെ കണക്കിനാണ് വെക്കുക. അപ്പോൾ ഈ അളവ് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യുക. സെയിം മെഷർമെൻറ്റ് തന്നെ, വേറെ ഒന്നും ചെയ്യരുത് നിങ്ങളതിൽ. 1 ഇഞ്ച് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസിലേക്ക് എക്സ്ട്രാ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ഇതെല്ലാം ഓരോന്നും പറഞ്ഞു തരുന്നതും എല്ലാം വരച്ച് കാണിക്കുന്നതും. അപ്പോൾ ഇത് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റും, ഇത് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസിലേക്ക് 1 ഇഞ്ച് കൂടുതൽ പ്ലസ് തയ്യൽ തുമ്പ് സ്കെയിലിൻ്റെ അത്ര മതി. അത് ഒരു 1.5 ഇഞ്ച് എന്തായിരുന്നാലും ഉണ്ടാവും. കൃത്യം 1.5 ഇഞ്ച് ഉണ്ട്. ഇനി ഈ 13.5 മാർക്ക് ചെയ്തതിന് 8 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ ആം ഹോളായി. 13.5 മാർക്ക് ചെയ്തതിന് 8 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ ആം ഹോളായി. ആം ഹോളൊക്കെ ഞാൻ അളന്ന് കാണിച്ചു തരും കേട്ടോ, വിഷമിക്കണ്ട. ഇതെങ്ങനെ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കൃത്യമായിട്ടും അളന്ന് കാണിച്ചു തരും. അപ്പോൾ ഇതുപോലെ ഇത് കൊടുത്ത് വയ്ക്കുക, വരയ്ക്കുക, ഇത് വെട്ടി മാറ്റുക. എന്തെങ്കിലും മറന്ന് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ആം ഹോൾ അളന്ന് കാണിച്ചു തരാം. കൃത്യമായിട്ടും 9 ഇഞ്ച്. അപ്പോൾ 18 റൗണ്ട് ഉണ്ടാവും. സ്ലീവിൻ്റെ ടോപ്പ് എടുക്കേണ്ടത് ടോപ്പാണേ. ടോപ്പ് 14 ഇഞ്ചിലും 7 ഇഞ്ച്. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ മാറാത്ത അളവുകളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ചെസ്റ്റ് ഡിവൈഡ് ബൈ 10 പ്ലസ് 3 ഇഞ്ച്. ആ 3 ഇഞ്ചിൻ്റെ സെൻറ്റർ ഡാട്ടിൻ്റെ ലൈന്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ പീസാണ് ഇത്, ഈ പീസാണ് ഇത്, ഈ ഇരിക്കുന്ന ബെൽറ്റ് പീസാണ് ഇത്. ഇതിങ്ങനെ വെട്ടി എടുത്തു കഴിഞ്ഞാൽ ബെൽറ്റ് പീസായി. മനസ്സിലായില്ലേ? വേണമെങ്കിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 4 ഇഞ്ച്. പക്ഷേ നമുക്കിത് 1 മീറ്റർ തുണികളുണ്ട്, നോക്കിയിട്ട് എടുക്കാം. പക്ഷേ ഞാനത് എടുക്കണില്ല. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ എടുക്കണമെങ്കിൽ അതെടുക്കാം. എടുത്തിട്ട് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. സ്ലീവ് പീസ് എടുക്കാം. ഈ അടുത്ത് സ്ലീവ് പീസ് എടുത്തിട്ട് നമുക്കിത് ബെൽറ്റിന് എടുക്കാൻ പറ്റുമോ നോക്കാം. സ്ലീവ് പീസ് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ മടക്കുക, 4 മടക്കുക. പിന്നെ സ്ലീവ് പീസ് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കലാണ് ഏറ്റവും ബെറ്റർ. ലാസ്റ്റ് ഇങ്ങനെ എടുക്കലാണ്. നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ കുറച്ച് ലാസ്റ്റിങ് കുറയും. അത് വലിയ വണ്ണമുള്ള സൈസിൽ മാത്രം ജോയിൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയേ ചെയ്യുള്ളൂ. ഇതിലൊക്കെ കിട്ടണമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന്
പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ മടക്കി അടിക്കാൻ 1.5 ഇഞ്ചാണ് ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെക്കാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. സ്ലീവിൻ്റെ ലെങ്ത്ത് 8.5 എന്ന് പറയുമ്പം 9 മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് 9 മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരയ്ക്കുക. ക്യാമറയിൽ കിട്ടുന്നുണ്ടോ? ഓക്കെ. ചില സമയത്ത് ക്യാമറ ഓഫായി പോയി, അതാണ് ഞാൻ നോക്കണത്. ചില വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ കഴിഞ്ഞാൽ, തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ 1/2 ഇഞ്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ട് ചെയ്യും. 3 ഇഞ്ച് ഇവിടെ നിന്ന് വെക്കുക. ലൈനിൽ നിന്ന് 8.5 ലൈനിൽ നിന്ന് 3 ഇഞ്ച് വെക്കുക. ഒരു വര വരയ്ക്കുക. സ്ലീവ് ഓപ്പണിങ് 11, ഇപ്പോൾ ഒരു 5.5 വെക്കുക. 11 എന്ന് പറയുമ്പോൾ 5.5 വെച്ച് കഴിഞ്ഞാൽ പക്കയായിരിക്കും. 5.5 ഫ്രണ്ട് പീസ് എടുക്കുക, അല്ല ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസ് എടുത്തിട്ട് ഇപ്പോഴിങ്ങനെ ചെയ്യാവും. ബാക്ക് പീസ് എടുത്തിട്ട് ഇവിടെ ഒരു നോച്ചിട്ട് വെച്ചില്ല, നോച്ചിടാൻ വിട്ടുപോയി. നോച്ചൊന്ന് ഇട്ടോട്ടെ. ഇവിടെയും പറഞ്ഞു തരണം നിങ്ങൾ കേട്ടോ, മറന്നു പോരുത്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ധൃതിയിൽ ചെയ്തപ്പോൾ ഇപ്പം മറന്നുപോയി, സാരമില്ല. അപ്പോൾ ഇതിങ്ങനെ സ്ട്രൈറ്റായിട്ട് വെക്കുക. ഇതെടുക്കുക. കൃത്യം 7, 7.25. 7 വെച്ചാലും കറക്റ്റായിരിക്കും. നമുക്കൊരു 7.25 വെക്കാം, വിഷയമൊന്നുമില്ല. 1/4 ഇഞ്ച് കിടന്നോട്ടെ. 7.25 അവിടെ ഉണ്ട്. 7.25 വെക്കുകയാണ് ഞാൻ. 7.25 ഇവിടെ നിന്ന് ഇതൊക്കെ മാറ്റി വെക്കട്ടെ. എല്ലാം കൂടെ കിടന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതുപോലെ വര വരയ്ക്കുക. കോർണർ തിരിച്ചൊരു വര വരയ്ക്കുക. ഇവിടെ നിന്നൊരു 2 ഇഞ്ച് ഒരു തയ്യൽ തുമ്പ് കുറച്ച് കുറയ്ക്കട്ടെ, അത് കൂടിപ്പോയി. തുണി കുറവാണ്, തുണി അവസാനം തയ്യേണ്ട ഒരു 2 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് എടുത്ത് നേരെ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. വരച്ചില്ല, ഇവിടെ തയ്യൽ തുമ്പൊന്നും കൊടുത്തില്ല. കൺഫ്യൂഷൻ ആവും നിങ്ങളല്ലെങ്കിൽ. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ലൈന്, തയ്യൽ തുമ്പ് ആവശ്യത്തിന് കൊടുക്കുക. ഇതൊക്കെ 1 ഇഞ്ച് കൊടുത്താൽ മതി, ഇത്രയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ സ്കെയിൽ വെച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്തേ ഉള്ളൂ. 1 ഇഞ്ച് തന്നെ ആവശ്യമാണ്. പിന്നെ വണ്ണം കൂട്ടണമെന്നൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഒക്കെ നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടം പോലെ വെച്ചുകൊണ്ട് വെച്ചിട്ട് ഇവിടെ 2 അടി കൊടുത്തിട്ടിരുന്നാൽ മതി. വണ്ണം കൂട്ടണമെന്നുള്ളവർക്ക് 2x2 ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. 2x2 അഴിച്ചടിച്ച് കഴിഞ്ഞാൽ കിട്ടുകയൊന്നുമില്ല. ലൈനിങ് ബ്ലൗസ്, സിൽക്ക് ബ്ലൗസൊക്കെയാണ് നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല. ഒക്കെ മസ്റ്റായിട്ട് ചെയ്യണം അതിലൊക്കെ. അപ്പോൾ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ സ്ലീവ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് നോക്കി കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ 1 മീറ്റർ എടുത്തു. 90 മതി. അപ്പോൾ 90-ൽ പക്ഷേ നമുക്കിത് ഈ പീസ് എടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? 90-ൽ നമ്മൾ ബെൽറ്റിന് 4 പീസ് വേറെ എടുക്കേണ്ടി വരും. ബ്ലൗസ് ഞാൻ സ്ട്രെയിറ്റിലാണ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്രോസ് കട്ടാണ് വേണ്ടെങ്കിൽ സെയിം തന്നെ അതെ ഇതുപോലെ ക്രോസിന് ഈ കോർണർ ഇങ്ങനെ ക്രോസിന് വെച്ച് കൊടുത്താൽ ക്രോസ് കട്ടായി. അതിന് വേണ്ടിയിട്ട് ബഹളമൊന്നും വെക്കണ്ട, ഇത് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇതിങ്ങനെ ഇതിവിടെ കിട്ടില്ല, നമുക്കിത് കിട്ടില്ല. ഇവിടെ വരണത് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് നമുക്ക് നെക്കിൽ ഇതിനെടുക്കണം. ഏതിനാ? ഇത് ഫോൾഡിങ് സൈഡല്ലേ, ഇത് നമുക്ക് ഇതിനെടുക്കണം. ഹെമ്മിങ്ങിന് എടുത്താലേ അവിടെ എടുത്താലേ ഹെമ്മിങ്ങിനുള്ള പീസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഇവിടെ എടുക്കാനായിട്ട് കറക്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കാം, നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാറ്റി വരയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഇത് വരയ്ക്കാം.
ആം ഹോൾ വരയ്ക്കുക. ഇവിടെ അരേഞ്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യപ്പോൾ തന്നെ ഈ സൈഡ് ആം ഹോൾ സൈഡ് അരേഞ്ച്. ഇവിടെ ഇത്രയും വരച്ച് നിർത്തിയാൽ മതി. ഫ്രണ്ട് നെക്ക് ഇവിടെ ആ അരേഞ്ച് കുറയ്ക്കുക. ഈ നെക്സ്റ്റ് സൈഡ് അരേഞ്ച് കുറയ്ക്കുക. അവിടെ കൂട്ടുക. അവിടെ കൂട്ടിയത് ഇവിടെ കുറച്ചു. അത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. ഇതൊക്കെ ഒന്ന് വരച്ചെടുക്കുക. ഇവിടെ ഫ്രണ്ട് നെക്ക് നമുക്ക് 6 ഇഞ്ച് വേണം. 6 ഇഞ്ച് കറക്റ്റായിട്ട് വെക്കുക. വരയ്ക്കട്ടെ, ഒന്ന് വരച്ചിട്ട് കാണിക്കാം. നെക്കിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് എടുക്കുക. ഒരു അരയിഞ്ച് ഇപ്പോൾ 3 നമ്മൾ വെച്ചത് ഇപ്പോൾ അരയിഞ്ചായി. അതായത് ഇപ്പോൾ പുറത്തല്ല ചുമ്മാ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും 3 ഇഞ്ച് വന്നോളും കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക. അതായത് ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങനെ 4 ഇഞ്ച് വിട്ട് പിടിച്ചിട്ട് 1.5 മാർക്ക് ചെയ്യുക. അതല്ലെങ്കിൽ കറക്റ്റായി പിടിച്ചിട്ട് 1.25 മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്താലും കണക്ക് തന്നെയാണ്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരം നോക്കുക. ഇവിടെ ഈ ലൈൻ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൃത്യം 4 ഇഞ്ച്. ആ 4 ഇഞ്ച് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കുക. ഇത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ സ്ട്രൈറ്റ് കിട്ടാൻ വേണ്ടി. അതായത് ഈ ലൈൻ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചല്ലോ, അത് നേരെ ഇവിടെ കൊണ്ടുവന്ന് അടയാളപ്പെടുത്തി. എന്നിട്ട് ഇവിടുത്തെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈന് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതൊന്ന് വരച്ച് കഴിഞ്ഞാൽ ഡാട്ടിൻ്റെ സെൻട്രൽ ലൈനായി. കറക്റ്റ് 1.5, കൃത്യം 1.5. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണെങ്കിൽ കുറച്ച് ഇങ്ങനെ മാറ്റി വരയ്ക്കാം. ഇതൊന്ന് ഈ നെക്കിൻ്റെ ഈ സൂനം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. നെക്കിൻ്റെ ഓക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ടൂൾസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനാണ്, പെട്ടെന്ന് പരിപാടി കഴിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് വരയ്ക്കുമ്പോൾ കുറച്ച് കുഴി വരുന്ന രീതിയിൽ വരയ്ക്കുക. അതുപോലെ ഒന്ന് കറക്റ്റ് കുഴിയാണത്. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഇതിപ്പോൾ റെഡി അളവാണ്. റെഡി അളവെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കൊടുത്ത തയ്യൽ തുമ്പ് ഇവിടെ കൊടുക്കണം. കൊടുത്തതിന് ശേഷം 13.5 ഒരു തയ്യൽ തുമ്പ് ഞാനിവിടെ തുണി ഇവിടെ ഇത്തിരി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഇഞ്ചാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ച് വെച്ചോളാം, കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. കുറച്ച് ആ തുണിയൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എത്രയും കിട്ടിക്കഴിഞ്ഞാൽ പട്ടിയിൽ കയറാൻ പറ്റുമെങ്കിൽ ആ ഭാഗത്തു നിന്ന് അതെടുക്കാമല്ലോ. നമുക്കൊരു 3.5 ഇഞ്ച് ബെൽറ്റ് പീസ് വേണ്ടി വരും. അപ്പോൾ ഈ ലൈനൊന്ന് സ്ട്രൈറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാൻ എത്ര കുറച്ച് ഇരുന്നാലും കുഴപ്പമില്ല, 1 ഇഞ്ച് തയ്യൽത്തും പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല അവിടെ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് 2 ഇഞ്ച്, ഇവിടെ നിന്ന് 2 ഇഞ്ച്, ഇവിടെ നിന്നും 2 ഇഞ്ച് ആ തുണി തീർത്ത് എടുത്താണ് ഞാൻ. ഇതൊന്ന് ക്രോസിന് വരയ്ക്കുക. നമുക്ക് തുണി അധികം ചില വേസ്റ്റ് ഇല്ലാണ്ടൊക്കെ വെട്ടിപ്പടിക്കാം. ആ സ്ട്രെച്ചർ ഇട്ടപ്പോൾ എനിക്ക് കറക്റ്റ് 90 ആയുള്ളൂ. പക്ഷേ ബെൽറ്റിൻ്റെ 4 പീസ് കിട്ടില്ല, 2 പീസേ കിട്ടുള്ളൂ. 4 പീസ് നമ്മൾ വേറെ പീസ് എടുത്താൽ മതി, ഉള്ളിലേക്ക് വയ്ക്കാനായിട്ടേ വേറെ പീസ് എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്.